അസ്സലാമു അലൈക്കും. ഇന്ന് ലാസ്റ്റ് എക്സാം ആയിരുന്നു കേട്ടോ. എക്സാമൊക്കെ കഴിഞ്ഞ് നാളെ ഓണം സെലിബ്രേഷനാണ്. അതിൻ്റെ സദ്യക്കും കാര്യങ്ങൾക്കുമായിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമല്ലേ എല്ലാവരും കൂടെ കൂടി സംസാരിച്ച് ഒരുമിച്ച് ജോലികളൊക്കെ ചെയ്യുമ്പോൾ. ഓരോ ആൾക്കാരും ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ അയൽവാസിയായ ആയിച്ചാത്തെ നമ്മളെ ജോലികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളോരോന്ന് തീർക്കുമ്പോഴേക്കും അടുത്തൊരു പണിയും കൊണ്ട് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മളിനി നിൽക്കുന്നില്ല കേട്ടോ, അവർ കൊണ്ടുവരട്ടെ. ഇനി ഒന്ന് വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് നമുക്കൊന്ന് വരണം കേട്ടോ. അപ്പോൾ സെക്കൻഡ് ടീച്ചർ കൂടെയാണ് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി പോയി വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ആകെ ഇരുട്ടായി തുടങ്ങിയിരുന്നു കേട്ടോ. മഗ്‌രിബൊക്കെ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ട് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പൊളിക്കാമെന്ന് വിചാരിച്ച്. ഇത് ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹുക്കാണ് കേട്ടോ. ഇത് നമുക്ക് ഏത് സ്ഥലത്തും ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാം. ഞാൻ വാങ്ങിയിട്ടുള്ളത് കിച്ചണിൽ കപ്പ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മളെ കബോർഡുകളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കവിടെ കപ്പൊക്കെ തൂക്കിടാം. ഇത് 2 എണ്ണത്തിൻ്റെ ഒരു കോംബോ സെറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ. കപ്പ് നല്ല എന്തും വേണമെങ്കിൽ തൂക്കിടാം. ഞാൻ കപ്പ് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് കേട്ടോ. ഇവിടെ ഒരു സ്ക്രൂ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ മോനെത്തി കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം അവൻ വയനാട്ടിൽ നിന്ന് വരികയാണ് കേട്ടോ. അമ്പയത്തിൻ്റെ പുതിയ ഇൻസ്ട്രുമെൻ്റ് ഒന്നും വാങ്ങിയിട്ട് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവനതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് അവനെല്ലാവരെയും കാണിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഏതായാലും നമ്മളെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും അവൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു കേട്ടോ ഈ ഒരു അമ്പയത്തിന് പോവുക, പഠിക്കുക എന്നൊക്കെ പറയുന്നത്. ഏതായാലും അതൊക്കെ സാധിച്ചു കൊടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഏതായാലും ഭയങ്കര സന്തോഷമാണ്. മാഷാ അല്ലാഹ്. ഏതായാലും ഞങ്ങൾ സ്കൂളിലേക്ക് മടങ്ങുകയാണ്. കുളിക്കലും ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പ്രദീപ് സാറാണ് നമുക്ക് പൂക്കളത്തിനുള്ള കാര്യങ്ങളെല്ലാം വരച്ച് തന്നിട്ടുള്ളത്. ഇതാണ് കേട്ടോ പ്രദീപ് സാറ്. വീണ്ടും ഞങ്ങൾ പച്ചക്കറി അരിയിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ മനാലും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഇത്ര രാത്രിയായിട്ടും കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എച്ചം അടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു. റിട്ടയർഡ് ആവാൻ പോണ ആൾക്കാരും ആയ ആൾക്കാരൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നാട്ടിലെ ചെക്കന്മാരും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ഇവിടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 10:50 കൂടിയിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ്. അത്രയും സമയം മനാലും നമ്മളെ കൂടെ തന്നെ ഓരോ ചെറിയ ജോലികൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ഉറങ്ങാതെ നിന്നിട്ടുണ്ട് ആൾ. ഞങ്ങൾ ഏതായാലും വീട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഓക്കെ, എത്ര ഉള്ളൂ. അസ്സലാമു അലൈക്കും.